ഹായ് മക്കളെ, അപ്പോൾ ഞാൻ ഇന്നും ചക്ക വറ്റലുണ്ടാക്കിയിട്ടോ. കുറച്ച് ചക്ക ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഒരു 2 പിടി. അപ്പോൾ അതിന് ഞാൻ എടുത്തിന്ന് ചക്ക വറ്റലുണ്ടാക്കി. ഒരു 1/2 ലിറ്റർ എണ്ണ വാങ്ങിയിട്ട് അതിൽ ഞാൻ ചക്ക വറ്റൽ, ഞാനേ വെള്ളം തെളിച്ചില്ല കേട്ടോ, അത് ഉപ്പ് തിരുമ്മിയിട്ടാണ് ഞാൻ ചക്ക വറുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ വറുത്ത് ഒരു 1/2 ലിറ്റർ എണ്ണ മേടിച്ചു. ഒരു 2 പിടി ഉണ്ടായിരുന്നു ചക്ക, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ മൊരിച്ചെടുത്ത് ചക്ക വറ്റലുണ്ടാക്കാം. എൻ്റെ ചേട്ടൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞാൻ അവർക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ബാക്കി മാവുണ്ടായിരുന്നു കേട്ടോ, അതിൽ ഓയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വലിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ എല്ലാം കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഞാൻ ബജി ഉണ്ടാക്കാൻ പരിപാടിയാണ്. അതിൽ ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ടു, പിന്നെ എന്താ പറയുക, കുറച്ച് ഗോതമ്പ് മാവ് ഇട്ടു കേട്ടോ. എന്നിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബജിയായി, ചക്ക വറ്റലായി. ഇന്നത്തെ ഈവനിങ് ഫുഡ് ഞാൻ ഇതാണ് ഉണ്ടാക്കിയിട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക് വരുമ്പോൾ കഴിക്കാവുന്ന ബജിയല്ല, സോറി, പക്കോട. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ചേട്ടൻ്റെ മക്കൾക്ക് എല്ലാവർക്കും രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. കൂട്ടത്തിൽ എൻ്റെ അടുത്ത വീട്ടിലെ കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തു, ഓരോരോ പീസുകൾ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, നല്ല സ്വാദിഷ്ടമായ വഴി. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് തരൂ, കമൻറ്റ് തരൂ.